ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് കോമ്പോണൻസിനെ വെച്ചാണ്. സോ റിയാക്ട് കോമ്പോണൻസ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലാസ് കോമ്പോണൻസ് ഉണ്ട്, പിന്നെ ഫങ്ഷണൽ കോമ്പോണൻസ് ഉണ്ട്. സോ ക്ലാസ് കോമ്പോണൻസ് ഇത് യൂസ്ഫുൾ ആണോ? നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ റിയാക്ട് പ്രോജക്ട്സിൽ ക്ലാസ് കോമ്പോണൻസ് വളരെ യൂസ്ഫുൾ ആണോ എന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് ഫങ്ഷണൽ കോമ്പോണൻസ് ആണ്. സോ ഇപ്പോഴത്തെ മോഡേൺ റിയാക്ട് പ്രോജക്ട്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഫങ്ഷണൽ കോമ്പോണൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ് കോമ്പോണൻസ് ആണ്. സോ ക്ലാസ് കോമ്പോണൻസ് ഇപ്പോൾ അത് യൂസ്ഫുൾ ആണോ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ റിയാക്ട് പ്രോജക്ട്സിൽ അത് യൂസ്ഫുൾ ആണോ എന്ന് നമുക്ക് നോക്കാം. സോ എന്താണ് ക്ലാസ് കോമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ, ക്ലാസ് കോമ്പോണൻസ് ആർ ES6 classes that extend the react.com. They can have state, life cycle methods and use this to access props and state. So നമ്മൾ പ്രോപ്സും സ്റ്റേറ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ദിസ് ഡോട്ട് പ്രോപ്സ് അല്ലെങ്കിൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ദിസ് എന്ന് പറയുന്നത് ക്ലാസ് കോമ്പോണന്റിനെ ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് മൈ ക്ലാസ് കോമ്പോണന്റ് എക്സ്റ്റൻസ് കോമ്പോണന്റ്. സോ അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ നമ്മൾ നോക്കിയത് ഫങ്ഷണൽ കോമ്പോണൻസ് ആണ്. സോ ക്ലാസ് കോമ്പോണന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലാസ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ക്ലാസ് മൈ ക്ലാസ് കോമ്പോണന്റ് എക്സ്റ്റൻസ് കോമ്പോണന്റ് എന്ന് പറഞ്ഞാൽ റിയാക്ടിനകത്ത് വരുന്നൊരു മെത്തേഡാണ്. ഇതിൽ നമ്മളൊരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യും. അതിൽ വരുന്നത് പ്രോപ്സ് ആയിരിക്കും, സൂപ്പർ പ്രോപ്സ്. സ്റ്റേറ്റിന് ഇവിടെ നമ്മൾ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ആയിരിക്കും. ദിസ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ ആയിരിക്കും. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇൻക്രിമെന്റ് ഈ ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഫങ്ഷണൽ കോമ്പോണൻസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ് സ്റ്റേറ്റ് ഉണ്ട്. അത് ക്ലാസ് കോമ്പോണന്റിൽ നമുക്ക് ഇതിനകത്ത് ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. നമുക്ക് അതിന്റെ ഡിഫറൻസ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ദിസ് ഡോട്ട് സ്റ്റേറ്റ്, കോമ്പോണന്റ് ഡിഡ് മൗണ്ട്, കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റ്, കോമ്പോണന്റ് വിൽ അൺമൗണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ആണ്. ക്ലാസ് കോമ്പോണൻസിന്റെ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ മെത്തേഡ് നോക്കാം. ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഫോർ ക്ലാസ് കോമ്പോണന്റ് ആണ്. ഇതിനകത്ത് കോമ്പോണന്റ് ഡിഡ് മൗണ്ട് എന്ന് പറഞ്ഞാൽ കോൾഡ് വൺസ് ആഫ്റ്റർ ദ കോമ്പോണന്റ് ഇസ് മൗണ്ട്. കോമ്പോണന്റ് മൗണ്ട് ചെയ്തതിനു ശേഷമാണ്, കോമ്പോണന്റ് മൗണ്ട് ചെയ്യുന്ന ടൈമിലാണ് ഇത് കോമ്പോണന്റ് ഡിഡ് മൗണ്ട് എന്ന് മെത്തേഡ്. കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കോൾ ആഫ്റ്റർ എവരി അപ്ഡേറ്റ്. എവരി അപ്ഡേറ്റ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഫംഗ്ഷനും ഈ ഒരു മെത്തേഡിന്. കോമ്പോണന്റ് വിൽ അൺമൗണ്ട് എന്ന് പറയുന്നത് ആ കോമ്പോണന്റിനെ അൺമൗണ്ട് ചെയ്ത് പിന്നെ അതങ്ങ് ക്ലിയർ ചെയ്ത് കളയും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫങ്ഷണൽ കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഫങ്ഷണൽ കോമ്പോണൻസ് ആണ്. ഓക്കെ, ഈ ഫങ്ഷണൽ കോമ്പോണൻസ് ആണ് നമുക്ക് റിയാക്ട് ഹൂക്സ് വരുന്നത്. ക്ലാസ് കോമ്പോണന്റിൽ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ആണെങ്കിൽ ഫങ്ഷണൽ കോമ്പോണൻസിൽ വരുന്നത് റിയാക്ട് ഹൂക്സ് ആണ്. സോ ഫങ്ഷണൽ കോമ്പോണൻസ് ക്യാൻ ഹാവ് സ്റ്റേറ്റ് ആൻഡ് ലൈഫ് സൈക്കിൾ. ഇതിനകത്ത് നമുക്ക് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഫ് സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റ് കൗണ്ട്. സ്റ്റേറ്റിനകത്ത് നമ്മൾ രണ്ട് വേരിയബിൾ ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. കൗണ്ട് ഉണ്ട്, സെറ്റ് കൗണ്ട് ഉണ്ട്. ഫസ്റ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും. സെക്കൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. സോ ഈ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് കൗണ്ടിൽ സെറ്റ് ചെയ്തത്. സോ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇവിടെ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യും. അതുപോലെ റിയാക്ട് ഹൂക്സിന് നമുക്ക് കുറെ ഉണ്ടല്ലോ. യൂസ് എഫക്റ്റ്, യൂസ് കോൾ ബാക്ക്, യൂസ് കോൺടാക്ട്, യൂസ് മെമ്മോ, അങ്ങനെ പല റിയാക്ട് ഹൂക്സ് നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻസിൽ നമ്മൾ യൂസ് ചെയ്യും. സോ ഹൂക്സ് ഫോർ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോമ്പോണന്റ് ഡിഡ് മൗണ്ട് എന്ന് പറയുന്നത് ക്ലാസ് കോമ്പോണന്റിൽ ലൈഫ് സൈക്കിൾ മെത്തേഡ് ആണ്. അതിന്റെ ഓൾട്ടർനേറ്റീവ് വേ ആണ് യൂസ് എഫക്ട്. ഓക്കെ, ഫങ്ഷണൽ കോമ്പോണൻസിൽ വരുമ്പോൾ നമ്മൾ യൂസ് എഫക്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ക്ലാസ് കോമ്പോണന്റ് വരുന്നതാണെങ്കിൽ കോമ്പോണന്റ് ഡിഡ് മൗണ്ട് ആയിരിക്കും. റൺസ് ആഫ്റ്റർ ദ കോമ്പോണന്റ് മൗണ്ട്സ്. യൂസ് എഫക്ട് ഫോർ കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റ് റൺസ് ആഫ്റ്റർ ദ കോമ്പോണന്റ് അപ്ഡേറ്റ്. അതും ഈ കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റും കോമ്പോണന്റ് ഡിഡ് മൗണ്ടും ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് എഫക്റ്റ് ആണ്. സോ യൂസ് എഫക്റ്റിനകത്ത് നമ്മൾ എഫക്റ്റ് ഡിപ്പെൻഡൻസിക്കകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അതായത് കോമ്പോണന്റ് അപ്ഡേറ്റ് ആവും. ഓക്കെ, അതാണ് ഇവിടെ കോമ്പോണന്റ് ഡിഡ് അപ്ഡേറ്റിനകത്ത് വരും എഫക്റ്റ് ഡിപ്പെൻഡൻസി കാണും. മറ്റേന്ന് പറഞ്ഞാൽ ജസ്റ്റ് എം ടി അറേ ആയിരിക്കും എഫക്റ്റ് ഡിപ്പെൻഡൻസി.
അടുത്ത വരുന്നത് കോമ്പോണന്റ് വിൽ അൺമൗണ്ട്. കോമ്പോണന്റ് വിൽ അൺമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യൂസ് എഫക്റ്റിനകത്ത് നമുക്ക് ക്ലിയർ ചെയ്യണം. ഓക്കെ, നമുക്ക് മെമ്മറി ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് എഫക്റ്റിനകത്ത് നമ്മളിവിടെ ഒരു റിട്ടേൺ ഫംഗ്ഷൻ ആയിരിക്കും. അതിനകത്ത് നമ്മൾ കോമ്പോണന്റിനെ അൺമൗണ്ട് ചെയ്ത് കളയും. ഓക്കെ, സോ ഫംഗ്ഷണൽ കോമ്പോണൻസിന്റെ, അതായത് ക്ലാസ് കോമ്പോണൻസിനകത്തുള്ള ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് സെയിം തന്നെയാണ് ഫംഗ്ഷണൽ കോമ്പോണൻസ്, പക്ഷെ ഡിഫറെന്റ് അപ്രോച്ച് ആണ്. ഓക്കെ, ക്ലാസ് കോമ്പോണൻസിൽ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫംഗ്ഷണൽ കോമ്പോണൻസിൽ വരുമ്പോൾ അത് റിയാക്ട് ഹൂക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് കമ്പാരിസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്റ്റേറ്റിനകത്ത് നമ്മൾ ക്ലാസ് കോമ്പോണന്റിലാണെങ്കിൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഫംഗ്ഷണൽ കോമ്പോണന്റ് വരുമ്പോൾ നമുക്ക് യൂസ് സ്റ്റേറ്റ് മാത്രം മതി. ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് ആസ് സെപ്പറേറ്റ് മെത്തേഡ്സ് ആണ്, മാനേജ്ഡ് വിയ എഫക്റ്റീവ്. ഓക്കെ, സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ദിസ് ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഫംഗ്ഷണൽ കോമ്പോണൻസിൽ നമ്മളിവിടെ ദിസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ പെർഫോമൻസ് സ്ലൈറ്റ്ലി ഓവർഹെഡ് ഡ്യൂ ടു ക്ലാസ് ഇൻസ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ പെർഫോമൻസ് വളരെ ലൈറ്റർ ആയിരിക്കും. ഫംഗ്ഷണൽ കോമ്പോണൻസിന്റെ പെർഫോമൻസ് വളരെ സ്പീഡായിരിക്കും കമ്പയറിംഗ് ടു ക്ലാസ് കോമ്പോണൻസ്. ഹൂക്സ് ക്ലാസ് കോമ്പോണൻസിനകത്ത് വരത്തില്ല, പക്ഷെ ഫംഗ്ഷണൽ കോമ്പോണൻസിൽ വരും. റീഡബിലിറ്റി ക്യാൻ ബിക്കം വെർബോസ് ക്ലീനർ ആൻഡ് മോർ കോൺടാക്ട് ആക്സസ് എന്ന് പറഞ്ഞാൽ ദിസ് ഡോട്ട് പ്രോപ്സ് ദിസ് ഡോട്ട് സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും അതിനെ കോൺടാക്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു ചൈൽഡ് കോമ്പോണന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കസ്റ്റം ആയിട്ട് ഒരു പ്രോപ്സ് കൊടുത്ത് അങ്ങ് ഡയറക്റ്റ്ലി അങ്ങ് വിളിക്കാം, ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിനകത്ത് നമ്മളിവിടെ ഒരു കൺസ്ട്രക്ടർ, ക്ലാസ് കോമ്പോണന്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു കൺസ്ട്രക്ടർ. സോ ഈ കൺസ്ട്രക്ടർ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റൂ ഈ ക്ലാസ്. ഇനിഷ്യൽ സ്റ്റേറ്റ് ഫംഗ്ഷണൽ കോമ്പോണന്റിൽ വരുമ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് സെറ്റപ്പ് വിത്ത് ഫംഗ്ഷൻ ബോഡിക്കകത്താണ്. അതുപോലെ ബൈൻഡിങ്ങിൽ വരുമ്പോൾ മെത്തേഡ് നീഡ് ടു ബി ബൗണ്ട് ടു. ബൈൻഡിങ്ങിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ ദിസ് യൂസ് ചെയ്യണം ക്ലാസ് കോമ്പോണന്റ്, പക്ഷെ ഫംഗ്ഷണൽ കോമ്പോണൻസിന് അതിന്റെ ആവശ്യം. സോ ഈ ക്ലാസ് കോമ്പോണൻസ് യൂസ്ഫുൾ ആണോ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ അപ്രോച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ പ്രോജക്ട്സിൽ നമ്മൾ ഫങ്ഷണൽ കോമ്പോണൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ ആർ ദ മോഡേൺ റെക്കമെൻഡഡ് അപ്രോച്ച് ഫോർ ന്യൂ റിയാക്ട് പ്രോജക്ട്സ് ഡ്യൂ ടു ദർ സിംപ്ലിസിറ്റി, റീഡബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. പിന്നെ ക്ലാസ് കോമ്പോണൻസ് റിമെയിൻസ് റെലവെന്റ്. കാരണം ഇപ്പോഴത്തെ റിയാക്ട് പ്രോജക്ട്സിൽ നമ്മൾ ക്ലാസ് കോമ്പോണൻസ് യൂസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ പണ്ടത്തെ റിയാക്ട് പ്രോജക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് ക്ലാസ് കോമ്പോണൻസ് ആയിരിക്കും. സോ നിങ്ങൾ ഈ ക്ലാസ് കോമ്പോണന്റ് കാണുമ്പോൾ നിങ്ങൾ ഇത് കണ്ട് പേടിക്കില്ല. ബിക്കോസ് ക്ലാസ് കോമ്പോണന്റ് വരുമ്പോൾ ഇത് ഈ ഒരു ടൈപ്പ് ഫോർമാറ്റിലായിരിക്കും. ഇതിനകത്ത് യൂസ് ചെയ്യുക കോമ്പോണന്റ് ഇൻ മൗണ്ട്, കോമ്പോണന്റ് ഇൻ അപ്ഡേറ്റ്, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ പുതിയതായിട്ടായിരിക്കും. പക്ഷെ ഇത് റിയാക്ട് ഹൂക്സിന്റെ അതേ സിസ്റ്റമാണ് ഇവിടെ ക്ലാസ് കോമ്പോണന്റ്. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ അപ്രോച്ചിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഫങ്ഷണൽ കോമ്പോണൻസ് ആണ്. ഓക്കെ, സോ ക്ലാസ് കോമ്പോണൻസ് 100% ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെന്ന് ഇല്ല. പക്ഷെ ഇൻ കേസ് ഇപ്പൊ നിങ്ങളെ ഒരു കമ്പനിയിൽ ഇപ്പൊ നിങ്ങളുടെ പഴയ റിയാക്ട് പ്രോജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ക്ലാസ് കോമ്പോണന്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓക്കെ, ബട്ട് മെജോറിറ്റി കേസിൽ നമ്മൾ കൂടുതലും ഫങ്ഷണൽ കോമ്പോണൻസ് ആയിരിക്കും ചെയ്യും. ഓക്കെ.